കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ നിലയിലേക്ക് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി വിശുദ്ധിയോടെ കർത്താവിനെ കൊള്ളാൻ ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 34-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഇടയനും ആടും നമ്മളെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇടയന്മാരുടെ അവിശ്വസ്തതയെക്കുറിച്ചാണ് എടുത്തു കാണിക്കുന്നത്. ആ ഇടയന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുമെന്നോ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇടയന്മാർ ആടുകളെ മേയിക്കേണ്ടതിന് പകരം, അവരെ പരിപാലിക്കേണ്ടതിന് പകരം അവരവരെ തന്നെ പരിപാലിക്കുന്നു, അവരവരെ തന്നെ മേയിക്കുന്നു എന്നാണ് പറയുന്നത്. യഹോവയെ ദൈവം ചോദിക്കുന്നുണ്ട്, അവർ ആടുകളെ അല്ലയോ പരിപാലിക്കേണ്ടത്? പക്ഷേ അവർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഉയർത്തുവാൻ, തങ്ങളെ തന്നെ കൊഴിപ്പിക്കുവാൻ, തങ്ങളുടേതായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അവരെ ഏൽപ്പിച്ച ആടുകളോട് വിശ്വസ്തത പുലർത്തുന്നില്ല എന്ന് ദൈവം വ്യക്തമായി പറയുന്നുണ്ട്. അത് ആത്മീയ നേതാക്കന്മാരായാലും കൊള്ളാം, സെക്കുലർ ലീഡേഴ്സ് ആയാലും കൊള്ളാം, രണ്ടും ഇടയന്മാരുടെ കൂട്ടത്താണ് ഉൾപ്പെടുത്തുന്നത്. ഇവർ അതിക്രൂരന്മാരാണ്. ഇവർ ആടുകളെ അവർ രോഗത്തിൽ അവരെ സൗഖ്യമാക്കുകയോ ക്ഷീണിതരെ ബലപ്പെടുത്തുകയോ അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നും അവർ കൊടുക്കുന്നില്ല. നമ്മൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യഹൂദ രാജാക്കന്മാരുടെയിലേക്ക് നമ്മൾ നോക്കിയാൽ, വലിയ ജ്ഞാനിയായിരുന്ന ശലോമോൻ പോലും തനിക്ക് എക്സ്പെൻസ് വർദ്ധിച്ചപ്പോൾ, തനിക്ക് പണം ആവശ്യമായി വന്നത് നിമിത്തം ജനത്തിന് മേൽ ടാക്സ് അധികമായി വർദ്ധിപ്പിക്കുകയും ജനത്തെ വലിയ പ്രയാസത്തിലേക്ക് നടത്തുകയും ചെയ്തതായി കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രെഹോബെയാം രാജാവായപ്പോൾ അപ്പനേക്കാൾ അധികമായി ടാക്സ് ജനത്തിന് മേൽ അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ടാണ് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും എന്ന് രണ്ടായി വിഭജിക്കപ്പെടാൻ കാരണം തന്നെ അതാണ് ഒരു കാരണം. അപ്പം ആ നിലയിൽ ജനത്തെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ളതായ ഇടയന്മാർ പിന്നീട് പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ജനത്തെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ജനത്തെ അകറ്റി മാറ്റി നിർത്തുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഒരു ആഹാരമായി മാറുന്നു. എൻ്റെ ആടുകൾ ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു, അവർ രോഗികളായി മാറ്റപ്പെട്ടിരിക്കുന്നു, അവരെ പരിപാലിക്കുന്നില്ല, അവരുടെ അവിശ്വസ്തത കാണിക്കുന്നു എന്ന് പറയുന്നു. അതിൽ നല്ല ആരോഗ്യമുള്ള ആടുകളെ അവർ കൊല്ലുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം യഹോവയായ ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ആടുകൾ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇടയന്മാരെ എല്ലാം വെറും കൂലിക്ക് വെച്ചിരിക്കുന്ന ഇടയന്മാരാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് മുമ്പേ വന്ന ഇടയന്മാരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ദുഷ്ടമൃഗങ്ങൾ കടിച്ചു കയറാൻ വരുമ്പോൾ കൂലിക്ക് നിൽക്കുന്ന ഇടയന്മാർ ആടുകളെ വിട്ടിട്ട് ഓടിപ്പോകും. ഞാൻ അങ്ങനെയല്ല, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ റെഡിയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞാണ് യേശു കർത്താവ് തന്നെ
യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലുള്ള വെളിപ്പെടുത്തുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തു, അപ്പോൾ യഹോവയായ ദൈവം ഇവിടെ കാണുന്നു, ജനം തെറ്റി നടക്കുന്നു. ജനം തങ്ങളെ ചിന്നിച്ചിതറി മലകളിലും പർവ്വതങ്ങളിലും മരുഭൂമിയിലും ചിന്നിച്ചിതറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് അന്വേഷിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാത്ത ആട്ടിടയന്മാർക്ക് അയ്യോ കഷ്ടം, അവരുടെ മേൽ ദൈവിക ന്യായവിധി വരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും, ആ ജനത്തോടൊപ്പം ഇരുന്ന് അവരെ നടത്തുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് മനുഷ്യവേഷത്തിലായി, ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്, ജഡത്തിൽ വെളിപ്പെട്ടു, ഒരു ഇടയനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ കാണുന്നുണ്ട്, ഇടയനില്ലാത്ത തെറ്റിയുടലുന്ന ആടുകളെ കണ്ടപ്പോൾ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനം നടക്കുന്ന കണ്ടപ്പോൾ അവരോട് മനസ്സലിഞ്ഞ് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. അവരെ രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കാൻ തുടങ്ങി. അവിടെ വായിക്കുന്നുണ്ട്, രോഗികളായിരിക്കുന്ന മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കി. അവിടെ ഈ പഴയ നിയമ ഭാഗത്ത് ഇടയന്മാരെ ഏൽപ്പിച്ചിരുന്ന അവർ വേണ്ട വിധത്തിൽ ജനത്തെ നയിക്കാത്തത് നിമിത്തം ജനം ചിന്നിച്ചിതറിപ്പോയി. അതുകൊണ്ട് യഹോവയായ ദൈവം ഈ ജഡത്തിൽ വെളിപ്പെട്ട് ഒരു ഇടയനായി ഈ ഭൂമിയിൽ ജീവിച്ചു. എന്തിനു വേണ്ടി? തൻ്റെ ജീവൻ ആടുകൾക്ക് വേണ്ടി കൊടുക്കുവാൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ 2 ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലെ കാണാതെ പോയ ആടുകളെ അടുക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് കനാന്യ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്. 100 ആടിൻ്റെ ഉപമ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലെ കാണാതെ പോയ ആടുകൾ രക്ഷിപ്പാനല്ലയോ ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ പ്രസ്താവനകളെല്ലാം അതിനെല്ലാം ഉത്തരം നൽകുന്ന നിലയിലാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതും ഈ നിലയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനത്തെ ഉപദേശിക്കുകയും ജനത്തെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു ഈ ഭൂമിയിൽ വന്നപ്പോഴും ഈ തരത്തിൽപ്പെട്ട ആടുകളെ കണ്ടു, അവരോട് മനസ്സലിഞ്ഞു, അവർക്ക് ആവശ്യമായിരിക്കുന്ന നിലയിൽ ഒരു ഇടയനായി കൂടെ ഇരുന്നവരെ നടത്തി. അവസാനം ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയായി അർപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് യഹോവ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ അവരുടെ കയ്യിൽ നിന്നും ആവശ്യപ്പെടും. അവിശ്വസ്തനായിരിക്കുന്ന ഭക്തികെട്ടവരായ ഇടയന്മാരോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും എന്ന് വളരെ ഉറപ്പായി യഹോവ ദൈവം പറയുകയാണ്. ദൈവം അവർ ഇടപെടുമെന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. ഈ നേതാക്കളെയെല്ലാം നീക്കം ചെയ്ത് അത്തരം നേതാക്കന്മാരുടെ കീഴിൽ നിന്നും ഭരണത്തിൽ നിന്നും ഞാൻ എൻ്റെ ജനത്തെ രക്ഷിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. അവിടെ ഇന്ന് രാത്രി നമുക്ക് 34-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Chapter 34 verses 11 to 16. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു. അവ
കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്ന് അവയെ വിടുവിക്കും. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവന്നു. ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും. നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 16-ാമത്തെ വാക്യം കൂടെ. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ച് കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ അന്യായത്തോടെ അവയെ മേയിക്കും. ഓക്കെ, ഇത് അവിശ്വസ്തരായ ഇടയന്മാർ ചെയ്യാത്ത പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് യഹോവയായ ദൈവം അത് ചെയ്യുമെന്ന് വളരെ ഉറപ്പായി പറയുകയാണ്. ഇതൊരു വാഗ്ദത്ത ഭാഗമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള, നവീകരണത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ വീണ്ടും പണിയപ്പെടുമെന്നതിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചന ഭാഗമാണ് ഈ 11 മുതൽ 16 വാക്യങ്ങൾ. എല്ലാം പ്രവചന ഭാഗമാണെങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു, ഇനി നിവർത്തിക്കപ്പെടാനുണ്ട്. അങ്ങനെയുള്ളതായ ഒരു ഭാഗമാണിത്. യഹൂദയിലെ ജനങ്ങളുടെ ഭരണാധികാരികൾ അവരെ ശ്രദ്ധിച്ചില്ല. അതിനാൽ യഹോവ ആ നേതാക്കന്മാരെ നീക്കം ചെയ്യുകയും യഹോവ ആ നേതാക്കന്മാരുടെ സ്ഥാനത്ത് എത്തുകയും ചെയ്യും എന്ന് പറയുന്നു. അവർ അവിശ്വസ്ത കാണിച്ചത് കൊണ്ട് അവരെ ആ സ്ഥാനത്ത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് യഹോവയായ ദൈവം ഇരിക്കും എന്നാണ് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. 11-ാം വാക്യത്തിലും കാണുന്നത്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും, ഞാൻ തന്നെ അവരെ അന്വേഷിച്ച് കണ്ടെത്തും. വളരെ പ്രധാനപ്പെട്ട 2 പദങ്ങളാണത്. തിരഞ്ഞു നോക്കുക, അന്വേഷിച്ച് ഞാൻ കണ്ടെത്തുക. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ പുതിയ നിയമത്തേക്കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഭയങ്കരമായി മനസ്സിലാകും. ഇവിടെ തൻ്റെ ജനത്തോടുള്ള, തൻ്റെ ആടുകളോടുള്ള സ്നേഹത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവിശ്വസ്തരായ ഇടയന്മാർ ചെയ്യാത്ത പ്രവൃത്തി യഹോവയായ ദൈവം ചെയ്യുമെന്നിവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. യഹോവയായ ദൈവം ഏൽപ്പിച്ച ഇടയന്മാർ ജനത്തോട് സ്നേഹം കാണിച്ചില്ല, ജനത്തോട് വിശ്വസ്ത കാണിച്ചില്ല. അതുകൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ സ്നേഹിക്കും, ഞാൻ അവർക്ക് വേണ്ടി ചിലത് ചെയ്യും, ഞാൻ അവരുടെ ഇടയനായി നിലനിൽക്കും, അവർ കൂടെ ഇരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഭക്തികെട്ട ഇടയന്മാരോട് യഹോവ ഇടപെടും. അവിശ്വസ്തന്മാരായ ഇടയന്മാർ, അവർ അവഗണിക്കപ്പെട്ട ആടുകളെ ഞാൻ അന്വേഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇവിടെ വായിക്കുന്നുണ്ട്, ഞാൻ തിരയുമെന്ന് പറയുന്നത് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആടുകളെ തിരിഞ്ഞു നോക്കും. 11-ാമത്തെ വാക്യം അവസാന ഭാഗം, എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരിടയിൽ ചിതറിപ്പോയിരിക്കുന്ന എൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ
തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്ന പോലെ ഞാൻ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ ജനത്തെ ഞാൻ തിരിഞ്ഞു നോക്കും. നമുക്കറിയാം, ആടുകൾ നിലവിളിക്കുമ്പോൾ അതിന് ഉടമസ്ഥൻ നിശ്ചയമായും തിരിഞ്ഞു നോക്കും, എന്തിനാണ് ആട് നിലവിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ആടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഇടയന്മാരുടെ ഇടയിൽ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ആടുകളെ നിലവിളി മുമ്പ് ഞാൻ തിരിഞ്ഞു നോക്കും. രണ്ടാമത്, അവർ സങ്കടങ്ങൾ എന്താണെന്ന് ഞാൻ അന്വേഷിക്കും. അവർ വേദനയുടെ നടുവിൽ ഞാൻ തിരിഞ്ഞു നോക്കും. അവർ വേദനയിലൂടെ കടന്നു പോകുന്നു, മുറിവിലൂടെ കടന്നു പോകുന്നു, രോഗത്തിലൂടെ കടന്നു പോകുന്നു, നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, ഞാൻ അവരെ തിരിഞ്ഞു നോക്കും. അവർ വേദനയുടെ നടുവിൽ, അവരുടെ ഒറ്റപ്പെടലിന്റെ നടുവിൽ, അവരുടേതായിരിക്കുന്ന ആ നിലവിളിയുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ ഞാൻ തിരിഞ്ഞു നോക്കും എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഹോരേബ് പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ട യഹോവയായ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു അവർ നിലവിളി ഞാൻ ശ്രദ്ധിച്ചു, അവർ സങ്കടം ഞാൻ അറിയുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യഹോവയായ ദൈവം ഇവിടെ പറയുന്നത്, ഞാൻ തിരിഞ്ഞു നോക്കും, അവർ സങ്കടങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ഇതിൽ നിന്നൊരു ആലോചന പറയട്ടെ. നമ്മളെ നോക്കേണ്ടവരാരും നോക്കിയില്ലെങ്കിലും, നമ്മളെ അന്വേഷിക്കേണ്ടവരാരും അന്വേഷിച്ചില്ലെങ്കിലും, നമ്മുടെ വേദനയുടെയും നമ്മുടെ നിരാശയുടെയും നമ്മുടേതായിരിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിൽ ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളിലും ഒന്നും ആരും നമ്മെ ശ്രദ്ധിച്ചില്ലെങ്കിലും, നമ്മെ ശ്രദ്ധിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇടയനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ആര് നമ്മളെ ഗമനിച്ചില്ലെങ്കിലും, ആര് നമ്മുടെ നിലവിളി ശ്രദ്ധിച്ചില്ലെങ്കിലും, ആര് നമ്മുടെ സങ്കടം ശ്രദ്ധിച്ചില്ലെങ്കിലും, നമ്മുടെ കഷ്ടതകൾ ആരും കണ്ടില്ലെങ്കിലും നാം ഒരിക്കലും പ്രയാസപ്പെടേണ്ട. നന്നായി കാണാൻ കഴിവുള്ള കണ്ണുള്ളവൻ, നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവം, പ്രവർത്തിക്കാൻ അധികാരിയായ ഒരു ദൈവം നമുക്കിടയനായിട്ടുണ്ട്. ആ ഇടയൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തും, നമുക്ക് വേണ്ടി നൽകിത്തരും എന്ന് വചനത്തിലൂടെ ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദിന്റെ അനുഭവത്തിലൂടെ വിളിച്ചു പറഞ്ഞ നമ്മൾ പലപ്പോഴും മനഃപ്പാഠമായി ഉരുവിടുന്നൊരു വാക്യഭാഗമാണത്. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു, പറയുന്നു, ആരെല്ലാം മാറിപ്പോയാലും, ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ആര് നമ്മളോട് സഹകരിച്ചില്ലെങ്കിലും, ഓർത്തുകൊണ്ട് നമ്മളെ വിളിച്ചിറക്കിയ ഇടയൻ, നമ്മളോട് പേർ ചൊല്ലി വിളിച്ച് അകത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇടയൻ, നമ്മളെ നന്നായി അറിയുന്ന ഇടയൻ, അവൻ നമ്മുടെ നിലവിളിന് മുമ്പിൽ തിരിഞ്ഞു നോക്കി നമ്മുടെ സങ്കടങ്ങളുടെയും പ്രതിസന്ധിയുടെയും ഒക്കെ നടുവിൽ നമ്മെ വിടുവിക്കുന്നൊരു ദൈവം നമുക്കിടയനായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഈ രാത്രി ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. ദൈവം തന്നെ സ്വന്തമായ ചിതറിപ്പോയ ആടുകളെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ അന്വേഷിക്കാനും പരിപാലിക്കാനും വാഗ്ദത്തം ചെയ്യുകയാണ്. ആദ്യം ഞാൻ തിരിഞ്ഞു നോക്കും, രണ്ടാം പറയുന്നു ഞാൻ തിരിഞ്ഞു നോക്കുക മാത്രമല്ല, അവരെവിടെയാണോ ചിതറിപ്പോയിരിക്കുന്നത് ഞാൻ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഇടയിൽ ചെന്നിട്ട്
ഞാൻ അവരെ അന്വേഷിക്കുമെന്നൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട്. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ അതിന് 1 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കാണാതെ പോയ ആടിനെ കുറിച്ചുള്ള ഒരു ഉപമ പറയുന്നുണ്ട്. ആ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കിന്റെ സുവിശേഷം ചാപ്റ്റർ 15 വേഴ്സ് 4. സിസ്റ്റർ ഒന്നൊരു വായിച്ചേ, കേട്ടില്ല. ഓക്കെ. അതിലൊന്ന് 100 ആടുണ്ടെന്നിരിക്കെ അതിൽ ഒരാട് പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ 99 മരുഭൂമിയിൽ വിട്ടച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ അമ്മയെ നോക്കി നടക്കും എന്നിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ യഹോവയായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പിച്ചപ്പോൾ ഈ ഉപമ വളരെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ പറയുന്നു, ഞാൻ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരെ അന്വേഷിക്കും എന്ന് പറഞ്ഞുവെങ്കിൽ, ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഈ ഉപമ എടുത്തു പറഞ്ഞു, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് എവിടെയാണോ ആട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ അന്വേഷിക്കുന്ന, നമ്മളെ കണ്ടെത്തും വരെ അന്വേഷിക്കുന്ന നല്ലൊരിടയൻ നമുക്ക് വേണ്ടിയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്നവരോ ഇല്ല, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നീ അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ആരും എന്നെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ആരും എന്നെ കഷ്ടതയും വേദനയും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ അകലം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, യഹോവയായ ദൈവം പറയുന്നു, ഞാൻ തേടി വരും, ഞാൻ അന്വേഷിക്കുക, കണ്ടെത്തും. നീ എവിടെയാണോ ആയിരിക്കുന്നത്, എന്നെ വിട്ട് പോയിരിക്കുന്നത് എവിടെയാണോ, നീ എവിടെയാണോ മലകളിലും കുന്നുകളിലും കാടുകളിലും കയറിയിറങ്ങി ഒറ്റപ്പെട്ട് കിടക്കുന്ന എവിടെയാണോ, ഞാൻ കണ്ടെത്തും വരെ അന്വേഷിക്കും, കണ്ടെത്തും വരെ. ഇന്ന് രാത്രിയിൽ ഉറപ്പായി പറയട്ടെ, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് മലകളിലും കുന്നുകളിലും കാടുകളിലും മരുഭൂമിയിലും ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഉറപ്പായി വിശ്വസിക്കുക, യഹോവയായ ദൈവം പറയുന്ന പോലെ, യേശു കർത്താവ് പറഞ്ഞതുപോലെ, കണ്ടെത്തി അവൻ്റെ പരിധിക്കകത്ത വ്യക്തിയെ കൊണ്ടുവരും. നിന്റെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവല്ല. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഇല്ല നിന്റെ സഭയിലെ ഒരു വ്യക്തിക്ക് വേണ്ടി നീ രാപകം നിലവിളിക്കുന്നു എങ്കിൽ, ഇല്ല നിന്റെ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക, അതിനെ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ പരിധിക്കകത്ത് കൊണ്ടുവരുന്ന നല്ലൊരു ഇടയൻ നമുക്കുണ്ട്. ആടുകൾ എവിടെ നഷ്ടപ്പെട്ടു പോയോ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുന്ന നല്ലൊരു ഇടയൻ. അത് ഈ ഭാഗത്ത് വളരെ ഉറപ്പിച്ച് പറയുന്നതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുന്ന ആ ഉപമയിലൂടെ ആ ഭാഗം വളരെ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പൊ മുൻകാലങ്ങളിൽ നടന്ന അനുഭവങ്ങൾ, അതായത് ഇസ്രായേലിന്റെ മുൻകാല ചരിത്രങ്ങൾ, ആ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഉപമയിലൂടെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് നല്ല ഇടയൻ
ആമി തിരിഞ്ഞു നോക്കുന്നു. വേദനയുടെ നടുവിൽ, നിലവിളിയുടെ നടുവിൽ. നല്ല ഇടയൻ നഷ്ടപ്പെട്ടത് ആരുണ്ടോ അവനെ കണ്ടെത്തും വരെ അന്വേഷിച്ച് അവനെ പിടിച്ച് തിരികെ കൊണ്ടുവരുന്ന നല്ല ഇടയൻ ഈ ഭാഗത്ത് വളരെ വ്യക്തമായി ഉറപ്പിച്ചു പറയുന്നു. അവരുടെ പ്രവാസത്തിലുള്ള തൻ്റെ ജനത്തെ താൻ പരിപാലിക്കുമെന്ന് പറയുകയാണ്. ആ രാജ്യം നഷ്ടപ്പെട്ട്, രാജാവ് നഷ്ടപ്പെട്ട്, ആലയം നഷ്ടപ്പെട്ട് പ്രവാസത്തിലേക്ക് ചിന്നിച്ചിതറിപ്പോയ ജനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണിത്. ഇത് നമ്മുടെ ജീവിതത്തോടും അത് താതാത്മ്യപ്പെടുത്തി പറയാൻ കഴിയും, താരതമ്യപ്പെടുത്തി പറയാം. ഇത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പ്രവാസത്തിലുള്ള ജനത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ പരിപാലിക്കും. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരുമെന്നോ യഹോവയായ ദൈവം ഈ വാക്യങ്ങളിലൂടെ ഉറപ്പിച്ചു പറയുകയാണ്. അടുത്തതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 12-ാമത്തെ വാക്യം വളരെ അതിപ്രധാനമാകുന്നൊരു വാക്യമാണ്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്: കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അടുത്ത 13-ാം വാക്യം: ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ ശേഖരിച്ച് സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. നമുക്ക് ആദ്യം ഈ ഭാഗം ചിന്തിക്കാം. കാറും കറുപ്പുമുള്ളൊരു ദിവസം, ദ ക്ലൗഡി ആൻഡ് ഡാർക്ക് ഡേ. ഇതിന് രണ്ട് കോണ്ടെക്സ്റ്റ് ഉണ്ട്, രണ്ട് പശ്ചാത്തലമുണ്ട്. സാധാരണ പ്രവചന പുസ്തകങ്ങൾക്കെല്ലാം രണ്ട് പശ്ചാത്തലമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ ഭാഗത്ത് പറയുന്നു രണ്ട് പശ്ചാത്തലമുണ്ട്. ഒന്ന് പ്രസന്റ് കോണ്ടെക്സ്റ്റ്, മറ്റൊന്ന് ഫ്യൂച്ചർ കോണ്ടെക്സ്റ്റ്. ഈ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിലുള്ള കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം. ഇനി വരുവാൻ പോകുന്ന മറ്റൊരു പശ്ചാത്തലം. ഇവിടെ തൻ്റെ ജനത്തിൻ്റെ ആത്മാക്കളോടുള്ള നല്ല ഇടയൻ്റെ ആർദ്രമായ കരുതലിനെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. യഹോവയായ ദൈവം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തൻ്റെ ആട്ടുകൂട്ടത്തെ അന്വേഷിക്കുന്ന പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു, പക്ഷേ അവ ചിതറിപ്പോയി. എന്ന് ഏത് ദിവസത്തിൽ? കാറും കറുപ്പുമുള്ള ദിവസത്തിൽ പോയി. കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയി. ഇത് അന്ധകാരത്തിൻ്റെയും അജ്ഞതയുടെയും നാളുകളിൽ അവനവരെ കണ്ടെത്തി തൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിന് രണ്ട് പശ്ചാത്തലമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ പശ്ചാത്തലം, ഇത് എഴുതപ്പെട്ട നാളിൽ ഇത് എന്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞു? അതായത് ഇസ്രായേൽ രാഷ്ട്രം, അതാ യഹൂദ രാഷ്ട്രം, മൂന്നാമത്തെ പ്രാവശ്യം നെബൂഖദ്നേസർ വന്നിട്ട് അതിനെ പൂർണ്ണമായും നശിപ്പിച്ചു. രാജാവിനെ നശിപ്പിച്ചു, ആലയം തീ വെച്ച് ചുട്ടു, മതിലുകൾ നശിപ്പിച്ചു. ആരെ കിട്ടിയാലും കൊല്ലുവാൻ പടയാളികൾ വാളുമായി മുൻപോട്ട് വരുന്നു. ആകെപ്പാടെ പരിഭ്രാന്തി ഉളവാക്കിയ ഒരു അന്തരീക്ഷം ഒരു ദിവസം. കാരണം നമുക്ക് കാരണം 4 ഭാഗം മതിലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ മുൻകാല അധ്യായങ്ങളിൽ പഠിച്ചതും സക്കറിയാവിൻ്റെ പുസ്തകത്തിലും പഠിച്ചതനുസരിച്ച്
ഈ 4 പാടും ബാബിലോൺ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഒരു വിധത്തിലും ഓടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമുക്കറിയാം, സിദക്കിയാവും മറ്റും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വഴിക്കിൽ വെച്ച് പിടിച്ചു തിരികെ കൊണ്ടുവരുന്ന ഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആർക്കും ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ നിൽക്കുമ്പോൾ മരണം തന്നെ മുൻപിൽ കണ്ട് ജീവിച്ച ജനം, മരണം മുൻപിൽ കണ്ട ജനം നോക്കണം. ആ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കി, ആ ഒരു നാളുകളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, കറുപ്പിന്റെ ദിനം, കാർമേഘം കൊണ്ട് മൂടിയ ദിനം, ഒരിക്കലും ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദിനം, അവരുടെ എല്ലാമായിരുന്ന യെരുശലേം ദേവാലയം പൂർണ്ണമായി തീ വെച്ച് നശിപ്പിക്കപ്പെട്ട ദിനം, അതിന് ചുറ്റുമുണ്ടായിരുന്ന മതിലുകൾ തീ വെച്ച് നശിപ്പിച്ച ദിനം, ആളുകളെ കിട്ടിയവരെ ഒരു കൂട്ടം ജനത്തെ വാളാൽ കൊല്ലപ്പെട്ട ദിനം, ഒരു കൂട്ടം ജനത്തെ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ദിനം, വളരെ കറുപ്പിന്റെ ദിനം. ആ ദിവസങ്ങളിൽ ചെതറിപ്പോയവർ, ആ മൂന്നാമത്തെ അറ്റാക്കിലൂടെ ചിതറിപ്പോയ ജനം, ഭിന്നിക്കപ്പെട്ടു പോയ ജനം, പ്രവാസത്തിലേക്ക് പോയ ജനം, ആ ജനത്തെക്കുറിച്ചാണ് പ്രസന്റ് കോണ്ടക്സ്റ്റിൽ പറയുന്നത്. ആ അറ്റാക്ക് നിമിത്തം, മൂന്നാമത്തെ ഉണ്ടായ അറ്റാക്ക് നിമിത്തം ആ ദിനം കാറും കറുപ്പുമുള്ളൊരു ദിനമാണ്, ഡാർക്ക് ഡേ ആണ്, ഇരുണ്ട ദിനം. ആ ദിനത്തെ ഒരുപക്ഷെ ഓർക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ എടുത്ത ആ ദിനത്തെക്കുറിച്ച് പറയുന്നു, കാറും കറുപ്പുമുള്ള ദിവസം. അങ്ങ് പ്രവാസത്തിലേക്ക് പോയ ജനത്തിന് ദൂത് കൊടുക്കുകയാണ്, ഞാൻ ആ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും. ഞാൻ അവരെ ജാതിയിടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശങ്ങളിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും എന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കോണ്ടക്സ്റ്റ് അനുസരിച്ച്, എഴുതപ്പെട്ടതിൻ്റെ പശ്ചാത്തലം അനുസരിച്ച്, പ്രവാസത്തിലേക്ക് പോയ സകല ജനങ്ങളെയും ഒരു കാലഘട്ടം കഴിയുമ്പോൾ മടക്കി ഈ ദേശത്തേക്ക് കൊണ്ടുവരും എന്നൊരു വാഗ്ദത്തം ദൈവം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർ പ്രവാസത്തിലേക്ക് പോയി 70 വർഷം അവിടെ താമസിച്ചു. യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതനുസരിച്ച് 70 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം 70 വർഷം കൊണ്ട് അവരെ രൂപാന്തരപ്പെടുത്തേണ്ടതുപോലെ രൂപാന്തരപ്പെടുത്തി, അവരെ ഒരുക്കേണ്ടതുപോലെ ഒരുക്കി. അതിനാവശ്യമായ അഭിഷക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരെ അവരെ നടുവിൽ എഴുന്നേൽപ്പിച്ചു. അവരെ ദൈവം ഒരു 70 വർഷം കഴിഞ്ഞപ്പോൾ ഭരണകൂടങ്ങൾക്കെല്ലാം മാറ്റം സംഭവിച്ചു. ഭരണചക്രങ്ങൾ മാറി. വലിയ ലോകത്തെ ഒന്നാം സാമ്രാജ്യ ശക്തി എന്ന് പറയുന്ന ബാബിലോൺ ക്ഷയിക്കാൻ തുടങ്ങി. അടുത്ത മേദ്യ-പെർഷ്യ എന്ന് പറയുന്ന രാജ്യം അധികാരത്തിൽ വരുന്നു. അതിൻ്റെ അകത്തു നിന്നും ഒരുത്തനെ ദൈവത്തിൻ്റെ അഭിഷക്തനായി തെരഞ്ഞെടുത്തിട്ട് അവനിലൂടെ ഒരു വിളംബരം പ്രഖ്യാപിക്കുന്നു. യെരുശലേമിൽ പോയി ആലയം പണിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആലയം പണിയാം, അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകുന്നതായിരിക്കുമെന്ന് യഹോവയായ ദൈവം അവനിലൂടെ പുറപ്പെടുവിച്ചു, അവനിലൂടെ പറയിപ്പിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവിക വാഗ്ദത്തം പറഞ്ഞത് നിവർത്തിക്കപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത മേഖല.
ദൈവത്തിന് സമയമായപ്പോൾ വലിയ പ്രതാപശാലിയെന്നും ലോകത്തെ ഒന്നാം സാമ്രാജ്യ ശക്തി എന്നൊക്കെ പറഞ്ഞിരുന്ന ബാബിലോൺ ദൈവം പതുക്കെ താഴെ ഇറക്കിയിട്ട് മേദ്യ പേർഷ്യ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് അടുത്ത രാജസ്ഥാനത്ത് കൊണ്ടുവരികയും അവരിലൂടെ തൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവന്ന് ആലയത്തിൻ്റെ പണി ആരംഭിക്കുന്നു. ആദ്യത്തെ ടീം വന്ന ആലയത്തിൻ്റെ പണി ആരംഭിക്കുന്നു. 2ാമത്തെ ടീം വരുന്നു. 3ാമത്തെ ടീം വന്നിട്ട് ആലയത്തിൻ്റെ മതിലുകൾ പണിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവല്ല, ഒന്നും വൃഥാവല്ല. എല്ലാം അക്ഷരാർത്ഥത്തിൽ അത് നടന്നിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നിറവേറ്റപ്പെടാത്തതൊന്നുമില്ല. എല്ലാം നിറവേറ്റപ്പെട്ടു. ഇനി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി അതുകൊണ്ട് ദൈവജനത്തോടും യൂട്യൂബിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിൻ്റെ ടൈമിൽ അത് നിവർത്തിക്കപ്പെട്ടിരിക്കും. നമ്മൾ ചിന്തിക്കും അതെങ്ങനെ സാധിക്കും? സാഹചര്യം അനുകൂലമല്ല, പ്രതീക്ഷിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ഓടുന്നത്. പ്രവാസത്തിൽ അന്യജാതികളുടെ ഇടയിൽ കിടക്കുന്ന ഞങ്ങൾക്കെങ്ങനെ സ്വദേശം തിരികെ കിട്ടും, ഞങ്ങളെങ്ങനെ തിരികെ പോകും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇല്ല, വാക്കു പറഞ്ഞവൻ വിശ്വസ്തൻ, അവൻ മാറ്റമില്ലാത്തവൻ. ആകാശഭൂമണ്ഡലം മാറ്റപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്റം വരികയില്ല. ഇന്ന് രാത്രിയിൽ ഉറക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ഭൂമിയിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ, വാഗ്ദത്തങ്ങളുടെ കലവറയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടി ഞാൻ പദം ഉറപ്പിച്ച് പറയട്ടെ, വാഗ്ദത്തങ്ങളുടെ കലവറയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അത് നിവർത്തിക്കപ്പെടാതെ പോകത്തില്ല, അത് നിവർത്തിക്കപ്പെട്ടിരിക്കും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബപരമായ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഏതെല്ലാം നിലയിൽ ഈ വചനത്തിലൂടെ നിന്നോട് എന്തു പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിക്കപ്പെടാതെ പോകുകയില്ല, അത് നിവർത്തിക്കപ്പെട്ടിരിക്കുമെന്നോ ഈ രാത്രി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആ ദൈവവചനം നിവർത്തിക്കപ്പെട്ടിരിക്കും. ഇത് 1ാമത്തെ കോണ്ടസ്റ്റ്. ഇവിടെ കാറും കറുപ്പുമുള്ള പറയാൻ കാരണം അന്ധകാരത്തിൻ്റെ ഒരു ദിനം, അജ്ഞതയുടെ ദിനം, എന്തു ചെയ്യണമെന്നറിയാതെ പ്രവാസത്തിൽ കഴിയുന്ന ജനം, പീഡനത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും അങ്ങനെ സമയങ്ങൾ ദൈവം ഒരു ആശ്വാസമായി അവിടേക്ക് ഇറങ്ങി വരുന്നു. തൻ്റെ സ്നേഹത്തിലും വിശ്വസ്തയിലും വിശ്രമിക്കുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ ദൈവ ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നു. അടുത്ത കോണ്ടസ്റ്റ് അത് ഇതുവരെ നിവർത്തിക്കപ്പെട്ടിട്ടില്ല, അത് നിവർത്തിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാറും കറുപ്പുമുള്ള ദിനത്തെക്കുറിച്ച് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്ന പദത്തിൻ്റെ അർത്ഥം യുഗാന്ത്യപരമായ ഒരർത്ഥം ആ പദത്തിനുണ്ട്, യുഗാന്ത്യപരമാകുന്ന. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണാം, വേദപുസ്തകത്തിൽ വ്യക്തമായി യുഗങ്ങളെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും നമുക്ക് പല യുഗങ്ങളായി വേദപുസ്തക ചരിത്രത്തെ തിരിക്കാം. വേദപണ്ഡിതന്മാരുടെ അവരുടെ നിഗമനമനുസരിച്ച് നാം പഠിച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതും അതാണ്. ഇപ്പോൾ കൃപയുടെ കാലഘട്ടമാണ്, കൃപായുഗം.
ഇനിയും വരുന്നുണ്ട് അടുത്തൊരു യുഗം. ഇത് മുൻകാലങ്ങളിൽ പല യുഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു യുഗാന്ത്യം, ഒരു യുഗം കഴിഞ്ഞിട്ട് അടുത്തൊരു യുഗത്തിൻ്റെ ആരംഭം എന്ന അർത്ഥമാണ് ഈ ഭാഗത്ത് വരുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ യൂസ് ചെയ്യുന്ന പദത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. നമുക്കറിയാം 97 സംഗീതം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Psalm 97 verse 2. മേഘവും അന്ധകാരവും അവന്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഓക്കെ, ഇനി യോവേൽ പ്രവചനം 2-ാമത്തെ വാക്യം വെച്ച്. യോവേൽ പ്രവചനം 2-ാമത്തെ വാക്യം. ഇരുട്ടും അന്ധകാരവും ഉള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെയും പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല, ഇനി മേലാൽ ഉണ്ടാകുകയുമില്ല. സഫന്യ പുസ്തകം 1-15 വാക്യം. സഫന്യ ചാപ്റ്റർ 1 verse 15. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. ഈ ഭാഗം എന്ന് പറയുന്നത് കർത്താവിന്റെ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇസ്രായേലിന്റെ ഒരു വിടുതലിനെ കുറിച്ചുമാണ് പറയുന്നത്. എനിക്ക് ഈ ഭാഗം വിശദീകരിക്കാൻ സമയമില്ല. ഉള്ള പരിധിക്കുന്നത് 1-2 വാചകങ്ങളിൽ ആ ഭാഗം പറഞ്ഞു നിർത്തി വെച്ചാൽ അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഇത് വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഡേ ആണ്. ഇസ്രായേൽ ജനം വീണ്ടും ഒരു പീഡനത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി പോവുകയാണ്. മഹാപീഡന കാലഘട്ടം എന്ന് പറഞ്ഞൊരു പീഡന കാലഘട്ടം വരുന്നുണ്ട്. മഹാപീഡന കാലഘട്ടത്തിൽ സഭ കടന്നു പോകത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ചില ആളുകൾ സഭ പീഡനങ്ങളിൽ കൂടി പോകുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് അവിടെ നടക്കുന്ന കൊച്ചു എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ ചിലർ വ്യാഖ്യാനിക്കുന്നു സഭ പീഡനങ്ങളോടി പോകുന്നു എന്ന്. അങ്ങനെയല്ല, സഭ പീഡനങ്ങളോടി പോകത്തില്ല. അന്തിക്രിസ്തു വെളിപ്പെടുന്ന മുമ്പ് തന്നെ ദൈവം തന്റെ സഭയെ ഇവിടെ ചേർക്കും. അതിനുശേഷം ഉള്ള അന്തിക്രിസ്തുവിന്റെ കാലഘട്ടം, ആദ്യത്തെ 3.5 വർഷം ഇസ്രായേലിന് വലിയ പ്രശ്നം വരത്തില്ല. അവസാനത്തെ 3.5 വർഷം ഇസ്രായേലിന്റെ കഠിന ശോധനയുടെ ദിനമാണ്. ടോട്ടൽ 7 വർഷമാണ് അവന്റെ ഭരണം. അവസാനത്തെ 3.5 വർഷം കാറും കറുപ്പുമുള്ള ദിനങ്ങളായിരിക്കും. ഏത് വിധേനയും അവരെ കൊല്ലുവാൻ വേണ്ടി നടക്കുന്ന, ഏത് വിധേനയും ഉപദ്രവിക്കാൻ നടക്കുന്ന മഹാപീഡന കാലഘട്ടത്തും വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുന്നുകളെ ഞങ്ങളെ മൂടുവീൻ, പർവ്വതങ്ങളെ ഞങ്ങളെ മറപ്പീൻ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ദിനം സക്കറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അവസാന നിമിഷം കർത്താവും തന്റെ വിശുദ്ധന്മാരും തന്റെ ദൂതന്മാരുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയും ഒലിവുമല 2ആയി പിളർന്നിട്ട് താഴ്വര ഉളവായി വരികയും ആ താഴ്വരയ്ക്കകത്ത് തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ, അവർക്കൊരാശ്വാസമായി അവരെ അതിൻ്റെ അകത്ത് മറയ്ക്കും എന്നുള്ള പഠിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ യാചനയുടെയും മാനസാന്തരത്തിൻ്റെ ഒരു ആത്മാവിനെ ദൈവയുടെ മേൽ പകരുകയും അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുകയും മശികയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് അതിന് നടുവിൽ അവരെ വിടുവിക്കുകയും ചെയ്തിട്ട് അവർക്കൊരാശ്വാസമായി തീരുന്ന ഒരു ദിനം വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം ദൈവം അടുത്ത ആഴ്ച പറഞ്ഞുകൊള്ളാം.
അത് വരാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ ഇവിടെ പറയപ്പെട്ട പ്രവാസ കാലഘട്ടം കഴിഞ്ഞു. വീണ്ടും ഇസ്രായേൽ ജനം AD 70 ലോകത്തെമ്പാടും ചിതറിപ്പോയി. AD 70 പൂർണ്ണമായും ചിതറപ്പെട്ട് നമുക്കറിയാം. യൂറോപ്യൻ കൺട്രിയിലും ഇന്ത്യ മഹാരാജ്യത്തിലൊക്കെ അവർ ചിന്നിച്ചിതറിപ്പോയി. പോയിടത്തൊക്കെ അവർ ഉപദ്രവിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. AD 1800 സയോണിസ്റ്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് സ്ഥാപിക്കപ്പെട്ടെങ്കിലും നമുക്ക് 1947 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി അത് രൂപപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഇപ്പോഴും അവരെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി രൂപീകരിക്കപ്പെട്ടു. അത് അടുത്ത നിവൃത്തിയാണത്. ഈ പറഞ്ഞ പ്രവചനത്തിൻ്റെ അടുത്തൊരു നിവൃത്തിയുടെ ഭാഗമാണത്. ഒരിക്കലും ഇനി രാഷ്ട്രമില്ല, ഭൂപടത്തിൽ അവരെ രാഷ്ട്രമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവർക്ക് വേണ്ടി രാഷ്ട്രം തിരികെ കൊടുത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം അവർക്ക് വേണ്ടി രൂപീകരിച്ചു കൊടുത്തു. ഇതാണ് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചെടുക്കും. AD 70 ചിതറിപ്പോയപ്പോൾ ഇനി ഒരിക്കലും ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക് തിരികെ വരത്തില്ല എന്ന് ലോകം ഒന്നടങ്കം വിധി എഴുതി. മറ്റുള്ള ജനത്തിൻ്റെ കയ്യിൽ അത് അകപ്പെട്ടു. ഒരിക്കലും തിരികെ കിട്ടാൻ സാധ്യതയില്ല. ദൈവം തൻ്റെ പദ്ധതിയിലൂടെ ദൈവം അരുളി ചെയ്തതുപോലെ അവർക്കത് നിവർത്തിച്ചു കൊടുത്തു. അവർക്ക് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം 1948 അവർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടു കൊടുത്തു. ഇന്ന് രാത്രി വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ വാഗ്ദത്തം ഊവേ ഊവയെന്നും ഇല്ല ഇല്ലെന്നുമാണ് പറഞ്ഞത് നിവർത്തിച്ചെടുക്കുന്ന ദൈവം. അവിടെ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കാം, നമുക്കതിൽ മുറുകെ പിടിക്കാം. ഇത് നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ഹൃദയ അന്തർഭാഗത്തേക്ക് തുളച്ചു കയറി ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൽ മുറുകെ പിടിക്കാം. അതിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. കർത്താവിൻ്റെ വരവേണ്ടി ഒരുക്കപ്പെടാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.